ഊണാണ്. ഊണിന് കാര്യമായിട്ടുള്ളത് ചോറ്, പിന്നെ സോയാബീൻ ചേർത്തൊരു ഉപ്പേരി, സോയാബീൻ ചങ്ക്സ്, ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ടൊരു വഴറ്റിയെടുത്തിട്ട് ഒരു ഉപ്പേരി, പിന്നെ നമ്മുടെ പതിവ് ഡിഷായ പഴുത്ത മാങ്ങ സ്ലൈസ് ചെയ്ത് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെന്നല്ല ഒട്ടുമിക്ക ഏറെക്കുറെ മലയാളികളും ഈ സമയത്ത്, അതായത് മാമ്പഴം സീസണിൽ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ മിക്ക വീടുകളിലും നമ്മുടെ പഴയ കാലത്തൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ ഈ രാത്രി ഊണ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ പഴുത്ത മാങ്ങ ധാരാളം ഉണ്ടാവും. അപ്പം നമ്മളത് സ്ലൈസ് ചെയ്ത് ഉപ്പും മുളകൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി കഴിക്കും ചോറിൻ്റെ കൂടെ. അപ്പോൾ അത് മാത്രം ഉണ്ടായാൽ മതി നമുക്ക്. അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ്, ഒരുപാട് വിഭവങ്ങളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ചക്കയൊക്കെ നമ്മൾ വെട്ടി നമ്മൾ വറക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് മടലല്ല, അതിൻ്റെ അറ്റങ്ങൾ, നമ്മുടെ ഈ ഷേപ്പിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഉപ്പേരി, പുഴുക്ക്, ഇലശ്ശേരിയൊക്കെ വയ്ക്കും. അപ്പോൾ ഈ വക വിഭവങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ആ പഴമയുടെ ആ ഒരു രുചിയും പഴമയുടെ രീതികളൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന, അതുപോലെ പിന്തുടരുന്ന ചില അപൂർവ നിമിഷങ്ങളാണ് നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങൾ. വേനൽക്കാലമാണെങ്കിലും നമുക്ക് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നൊസ്റ്റാൾജിയെല്ലാം സമ്മാനിച്ച ആ പഴയ കാലത്തോട്ടുള്ള ഒരു മടക്കമാണ് ഒരു വേനൽക്കാലം.